അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവ്വം നിൽക്കുന്നതിന് വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഡീക്കൻ ജോസി കൊല്ലംപറമ്പിൽ ഇതാ കർത്താവിന്റെ പുരോഹിതനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. പുരോഹിത വസ്ത്രം നൽകുന്ന തിരുക്കർമ്മമാണ്. നവവൈദികനായി തീർന്ന ജോസി കൊല്ലംപറമ്പിലിനെ പുരോഹിത വസ്ത്രം ധരിപ്പിക്കുന്ന അനുഷ്ഠാനമാണ് ഇനി. ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി വ്യാപരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള നവവൈദികന്റെ പ്രത്യേക ചുമതലയുടെ പ്രതീകമാണ് ഈ തിരുവസ്ത്രങ്ങൾ. കൊത്തീന പുതിയ മനുഷ്യനെയും, ഊറാറ പരിശുദ്ധിയെയും, സൂനാറ ശുദ്ധതയെയും, കാപ്പ നീതിയെയും സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. സുവിശേഷ ഗ്രന്ഥം നൽകുന്ന കർമ്മമാണ്. നവവൈദികൻ അഭിമന്യ പിതാവിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ആർച്ച് ഡീക്കൻ സുവിശേഷ ഗ്രന്ഥം അഭിമന്യ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അഭിമന്യ പിതാവ് പ്രാർത്ഥന ചൊല്ലി തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികൻ അത് നൽകുന്നു. നവവൈദികൻ സുവിശേഷ ഗ്രന്ഥം ചുംബിച്ച് സ്വീകരിക്കുന്നു. ദൈവവചനം നന്നായി പഠിച്ച് അത് പഠിപ്പിക്കുവാനും പ്രസംഗിക്കാനുമുള്ള പുരോഹിതന്റെ കടമയെയാണ് ഈ തിരുക്കർമ്മം സൂചിപ്പിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. പഴയ നിയമത്തിൽ ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ അഭിഷേകം ചെയ്യാറുണ്ട്. സഭാ ശുശ്രൂഷയ്ക്കായി നമ്മിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ നവപുരോഹിതനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി മെത്രാൻ സഭാ ശുശ്രൂഷയ്ക്കായി റൂസ്മ ചെയ്ത് പ്രതിഷ്ഠിക്കുകയാണ്. തുടർന്ന് മെത്രാൻ നവവൈദികന്റെ ശിരസ്സിൽ ചുംബിക്കുന്നു. ഈ അഭിഷേക കർമ്മം വഴി നവപുരോഹിതൻ സഭാ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ലോകത്തിലായിരുന്നുകൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി ജീവിക്കുവാൻ ഈശോ അദ്ദേഹത്തെ നിയോഗിക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി മാർട്ടിൻ കൊല്ലംപറമ്പിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.